ഉച്ചാരണം. ആലപ്പിന് ഈ നമ്മൾ കൊടുക്കുന്ന ഓവല് ഏത് അക്ഷരത്തിൻ്റെ ഓവൽ കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ബേസ് ബ എന്നും വ എന്നും രണ്ട് ഉണ്ട്. ബേസ് ഗാമൽ, ഗാമലിന് ഗായാണ്. പക്ഷേ ഇരട്ടിച്ച് വരുമ്പോൾ ഒരു നൂൻ്റെ സിറപ്പോടെ ഇങ്ക എന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. സംഘീയ ഉദാഹരണം ഗാമൽ. ദാലസ്, ദാലസിന് ഇവരെ ദ ആണ് ഉച്ചാരണം. അത് ഹാർഡും സോഫ്റ്റും ഉണ്ട്. പക്ഷേ നമ്മളത് വലിയ വ്യത്യാസം വരുത്തുന്നില്ല. പക്ഷെ അത് ഇത് ഇരട്ടിച്ച് വരുമ്പോഴത്തേക്ക് അതിനൊരു ഈ പറഞ്ഞ പോലെ നൂനിൻ്റെ സ്വരപ്പെട്ട് സന്ദീക്ക കന്ദീശ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് വരുന്നുണ്ട്. ദാലസ് ദേ. പിന്നെ ദാലസ് ഹേ അഞ്ചാമത്തെ അക്ഷരം, അതിന് ഹ എന്നുള്ളതേ ഉള്ളൂ. മറ്റേ ഹേസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഹാർഡാണ്, രണ്ടും ഗട്ടറുകളാണ്. പക്ഷേ ഇത് നമ്മൾ രണ്ടും ഏതാണ്ട് മലയാളത്തിൽ ഹാ പോലെ ഉച്ചരിക്കുന്നു. വാവ് അതിന് എന്നുള്ളൊരു ഉച്ചാരണമുള്ളൂ. സൈൻ ഇസൈഡ് പോലെയാണെന്ന് ഇത് പറയുന്നത്. നമ്മൾ സെമക്കസും സൈനും സാധയും എല്ലാം സായായിട്ടാണ് ഉച്ചരിക്കുക. സൈൻ ഹേസ്, പിന്നെ തേസ് തുടങ്ങി മുകളിലേക്ക് തുടങ്ങി മറ്റേ മുകളിൽ തൊടുന്നില്ല, പക്ഷേ മുകളിൽ തലയിൽ തേസ് യോത് കാപ്പ്. കാപ്പ് 3 രൂപമുണ്ട്. അത് ആരംഭത്തിലും അവസാനം നടുക്ക് നിൽക്കുന്നത് ഒന്നുപോലെ അതിനെ തനിച്ച് നിൽക്കുക. അതുകൊണ്ട് അവസാനത്തെ കൂടെ കൂട്ടിയാണ് ഈ അക്ഷരം മാത്രം എഴുതുമ്പോൾ പഠിക്കും. പിന്നെ തൊടാതെ അവസാനിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചെടിയിലും ചിലപ്പോൾ എഴുത്തിലും ഒക്കെ കുറെ തെറ്റിച്ചൊക്കെ അവിടെ ഇവിടെ വരാറുണ്ട്. എങ്കിലും സാമാന്യേന ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ലാമത് ലോങ്ങസ്റ്റ് ടോളസ്റ്റ് ഫെലോ. പിന്നെ ലാമത് മീം. അല്ല ഇതിനൊരു എന്താണ് ഈ ഒരു ഡയമണ്ട് ഒരു പയ്യെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അത് ഇവിടെ തുടങ്ങി ഇവിടെ കൊണ്ടുപോകും. അതുപോലെ ആ മൂന്ന് അവസാനിക്കുന്നതും കൂടെ ഒരു കുടിക്കൂർ പോലെ അത് അതിൻ്റെ കൂടെ തൊട്ട് എഴുതുക ചെയ്യുന്നത്. ഒറ്റയ്ക്ക് അവിടെ നിർത്താറില്ല. പിന്നെ നൂന് ഈ പറഞ്ഞ 3 രൂപ തൊട്ട് ആരംഭത്തിലും നടുവിലും വരുന്നത് തൊട്ട് അവസാനിക്കുന്നത്. അപ്പോൾ ആരംഭത്തിലുള്ളത് തൊട്ട് അവസാനിക്കുന്നതും കൂടെ കൂട്ടി നമ്മൾ എഴുതുക ചെയ്യുന്നത്. പിന്നെ തൊടാതെ അവസാനിക്കുന്നത് വേറെ ഒരു അതിലെ തന്നെ തുടങ്ങി മുകളിലേക്ക് എടുത്തിട്ട് തേവട്ടേക്ക് സമക്കസ്. സമക്കസ് ഈ പറഞ്ഞ ലൈനം തുടങ്ങി പകുതി വരച്ച് വെച്ചിട്ട് മുകളിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് ഇതാണ് ഈ കൂട്ടി വയ്ക്കുക. അക്ഷരത്തെ അച്ചടിക്ക് നിർത്തിയത് ലൈനെ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. സാമാന്യം വരുന്നത് അതല്ല സ്വല്പം ഇങ്ങനെ ശരിയാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവന് മറ്റേ അക്ഷരവുമായിട്ട് കൂട്ടി യോജിക്കാൻ അതിൻ്റെ ഭാഷ പാടുന്നത്. സമക്കസ് എ ഐൻ അതാണ് മറ്റേ രചന എരുമക്കളാക്ക ഇതുപോലെയാണ് അതിൽ പറയും. പക്ഷെ നമ്മൾ സാമാന്യേന ആകാരമാണ് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അവർ വരുമ്പോൾ അതിനൊപ്പിച്ച് പോയി അല്ലെ അകാരമായിട്ടാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. ആലപ്പിൻ്റെ നമ്മൾ ഉച്ചരിക്കാറ് ഇല്ല, പറയാൻ കൊടുക്കുന്ന ഓവലിൻ്റെ സർവേ കൊടുക്കുന്നുണ്ട്. എപ്പേ പ എന്നും വ എന്നും രണ്ടുണ്ട്. അത് പക്ഷേ ഇതിന് എല്ലായ്പ്പോഴും ഒന്നുപോലെയല്ല. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് പേയ്ക്ക് സോഫ്റ്റായിട്ട് വരുള്ളൂ. നവശ നെവുത്തഹ് ഇങ്ങനെ പറഞ്ഞാൽ ചുരുക്കം ചില വാക്കുകൾ, ബാക്കിയുള്ളതെല്ലാം റബ്ബറായിട്ട് പാവായിട്ട് തന്നെ ഉച്ചരിക്കുന്നത്. സാധേ സാധേ ഇസ്സായ, പക്ഷെ നമ്മൾ സായായിട്ട് സാധാരണ ഉച്ചരിക്കാറുള്ളത്. കോപ്പ് നമ്മൾ ഇക്ക പോലെ ഉച്ചരിക്കുന്നത് കോപ്പ്. അത് ശാസ്ത്രീയമായിട്ട് ഖ എന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചില ബ്രേക്ക്ഫാസ്റ്റിലും മറ്റേ ചില പാർട്ടികളൊക്കെ ഖ തന്നെ പറയുമ്പോൾ കുർബാന. പക്ഷെ നമ്മുടെ ഇവിടെ ആളുകൾ ഉച്ചരിച്ചിരുന്നില്ല. ക്ലാസ്സിൽ ചില ആയിട്ടൊന്നും ഉച്ചരിക്കുന്നു. പിന്നെ ദാനസുഖം തന്നെ, പക്ഷേ കുത്ത് കൂടുതലാണ് മാത്രം. ഷീ ഷായ ലൈനം തുടങ്ങി മറ്റേ ഒരു കൂടി ഒരു ചെറിയ വെള്ളം പോലെ കൊച്ചുവെള്ളം പോലെ വരച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തുറന്നിറക്കി നോക്കാം. ഷീ താവ് ഇങ്ങനെ ചെരിച്ച് അങ്ങോട്ട് എടുത്തു പാരലായിട്ട് വേറെ ഒന്നുകൂടി എടുത്ത് അങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നു. അതിന് തേന്നും സേന്നും രണ്ട് ഉച്ചാരണം അതിനുണ്ട്. വെസ്റ്റേൺസ് പറഞ്ഞ പോലെ അവിടെയെല്ലാം ഇത് എല്ലാക്കാരുടെ ഇടയിലൊക്കെ അത് പോയി നേരെ എല്ലാം മാറി. എന്നാൽ ഞാൻ അവിടെ ചെല്ലും പല 19 കൊല്ലം 40 കൊല്ലം മുമ്പ് അവിടെ കുറച്ച് നാൾ ഇറാഖിൽ ബാഗ്ദാദിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ ഞാൻ അച്ഛൻ തയ്യൽ ചെയ്യുന്നതാണ് പറഞ്ഞു. അപ്പോൾ അവരുടെ തന്നെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു നമ്മുടെ ഇന്നപോലെ എന്താണ് സ്ഥലങ്ങളുടെ പേര് പറയുന്നത് പേരൊക്കെ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. എന്തോ ആൽക്കോഷനും പിന്നെ ആണ് ഒക്കെ അവർ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇപ്പം അപ്പോൾ അച്ഛൻ്റെ പ്രത്യേകത അല്ലാതെ പഴയത് അങ്ങനെയായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു. കുറച്ച് വ്യത്യാസങ്ങൾ